പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക്, ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാർക്കൊക്കെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരിതമാണ് ഉണ്ടായത്. മഴ മാറിയപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് മോട്ടോറുകൾ സ്ഥാപിച്ച് വെള്ളം ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെയുള്ള വലിയ മോട്ടോറുകൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമായ ആസാദ് റോഡ്, കലൂർ ഭാഗം, കടവന്തര ഭാഗം, ചിറ്റൂർ റോഡ്, KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരം, MG റോഡ്, ഈ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ മോട്ടോറുകൾ എത്തിച്ച് വെള്ളം നീക്കാനുള്ള ശ്രമമാണ് കോർപ്പറേഷൻ നടത്തിയത്. വലിയ രീതിയിൽ വെള്ളം ഉയർന്നതോടെ വലിയ ആശങ്കയുണ്ടായി ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇത്തരത്തിൽ മോട്ടോറുകൾ എത്തിച്ച് വെള്ളം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് നീക്കി റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കൊച്ചി നഗരത്തിൽ വലിയ ആശങ്കയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. കടകളിലേക്ക് വെള്ളം കയറി, KSRTC സ്റ്റാൻഡിനകത്ത് യാത്രക്കാർക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയായി. വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട സമയത്ത് പലയിടങ്ങളിലും മതിൽ തകർന്നു വീണ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പശ്ചിമ കൊച്ചിയിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രതിസന്ധി രൂക്ഷമായതോടെ, ആളുകളുടെ പ്രതിഷേധം രൂക്ഷമായതോടെ താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാനായി മോട്ടോറുകൾ എത്തിച്ച് വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം, ഒരു ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.